ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ പത്തനംതിട്ട സിപിഎമ്മിൽ ഒരു വിഭാഗത്തിനായി എതിർപ്പ്. ഭീഷണി പ്രചാരണങ്ങൾക്ക് വഴങ്ങരുതെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതേസമയം സമ്മർദ്ദം വലിച്ചുവെന്നാണ് പത്മകുമാറിനെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും പത്മകുമാറിനെതിരെ സിപിഎം എടുത്ത നടപടിയിൽ അതൃപ്തി ഉണ്ടാകുന്നു. ഒരു പക്ഷം ആളുകളാണ് എന്തായാലും ഈ ഒരു സസ്പെൻഷനിൽ മാത്രം ഈ നടപടി ഒതുക്കിയതിൽ വിമർശനമടക്കം ഉന്നയിക്കുന്നത്. ഇനി എന്തായിരിക്കും സിപിഎമ്മിന്റെ നിലപാട്? കാർത്തു, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഇവിടുത്തെ MLA-യും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന വീണ ജോർജും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായിരുന്ന പത്മകുമാർ ഈ രണ്ടാമത് പിണറായി സർക്കാരിന്റെ കാലത്ത് നിലവിൽ കൊല്ലത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രഖ്യാപിച്ചതാണ് പത്മകുമാറിനെ ഏറെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം ആ ജില്ലാ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. വെള്ളം കോരിയവരും അല്ലെങ്കിൽ കുടി പിടിച്ചവരും ഒക്കെ പുറത്താണ്. ഇന്നലെ പുറപ്പുറം പൊളിച്ച് അകത്ത് കയറിയവര് ഇപ്പോൾ ഉന്നത സ്ഥാനയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പരോക്ഷമായി ആരുടെയും പേരെടുത്ത് പറയാതെ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള വീണ ജോർജ്, പിന്നെ വീണ ജോർജിനെ അനുകൂലിക്കുന്ന 4-5 പേര് ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറിനെതിരെ പടയൊരുക്കം ആരംഭിച്ചത്. അന്ന് തുടങ്ങിയ ആ പടയൊരുക്കം ഏകദേശം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എത്തിയതിന് ശേഷം അത് മൂർച്ഛിക്കുകയും പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള ആവശ്യവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. വീണ ജോർജ് അടക്കമുള്ളവർ ഈ പത്മകുമാറിനെ പുറത്താക്കണമെന്ന് ശക്തമായി വാദിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കേസിന്റെ വിധി വരട്ടെ എന്ന് മാധ്യമങ്ങളോട് പറയുകയും ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് തിരഞ്ഞെടുപ്പ് വരികയും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിക്കുകയൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങൾ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിവരിച്ചത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടി, അല്ലെങ്കിൽ പരാജയത്തിന് കാരണമായി ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി എടുക്കണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇന്നലെ പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ പത്മകുമാറിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോയത്. ഇതിനിടയിലാണ് പത്മകുമാർ തന്റെ MLA ആയിരുന്ന കാലത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും സഹകരണ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലത്തും തുടർന്ന് ദീർഘകാലം ഏകദേശം 60 വർഷത്തോളം പാർട്ടിയുടെ പ്രചാരകനായും സഹയാത്രികനായും ഒക്കെ തന്നെ ഈ കാലയളവിൽ എല്ലാം കൂടി കോടിയിറച്ചുകൊണ്ടും തുടർന്ന് SIT കേസിൽ പ്രതിയാക്കിയ ശേഷം 90 ദിവസത്തോളം ജയിലിൽ കിടന്ന അങ്ങനെ മൊത്തത്തിലുള്ള ഓർമ്മകളെല്ലാം വിവിധ തരത്തിൽ പേപ്പറുകളായും ഡയറിക്കുറിപ്പുകളായി എഴുതി അത് ആത്മകഥയായി ദൈവതുല്യൻ എന്നുള്ള ആത്മകഥയായി പുറത്തു വരുന്ന ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഭയന്നിരുന്നു. എന്താണ് പത്മകുമാർ പറയുന്നത്? പത്മകുമാർ ഇനി ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. പത്മകുമാർ പുറത്തു പോയാൽ പാർട്ടിക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ലെന്നും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അപമതിപ്പ് ഉണ്ടാക്കിയതാണെന്നും അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് റാന്നി, കോന്നി, തിരുവല്ല, അടൂര്, ആറന്മുള ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള സ്വാധീനം ഉണ്ടാക്കിയ സ്ഥലത്താണ് ഈ മൂന്നാം ഇലക്ഷനിൽ പാർട്ടിയുടെ 4 സീറ്റും നഷ്ടപ്പെടുകയും പരാജയത്തിന് തുല്യമായ കോന്നിയിൽ മാത്രം ഒരു ആശ്വാസ വിജയം നേടിയും അതിനപ്പുറം തന്നെ അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും പത്മകുമാറിന്റെ ഇമ്പാക്ട് പത്തനംതിട്ട ജില്ലയിൽ ഏറെക്കുറെ പ്രതിഫലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പത്മകുമാറിനെ എതിർക്കുന്ന ഒരു വിഭാഗം പൂർണ്ണമായും പത്മകുമാറിനെ തള്ളണമെന്ന നിലപാട് എടുത്തിരുന്നെങ്കിലും ഈ ആത്മകഥയിൽ എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകും അത് ദൈവതുല്യൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയിലേക്കും അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്കും ഒക്കെ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ എത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സസ്പെൻഷൻ, അതായത് ഒരു മിതത്തിലുള്ള ഒരു സസ്പെൻഷൻ മാത്രം ഒതുക്കിയിരുന്നത്. പക്ഷെങ്കിൽ ഇന്നലത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി യോഗം കഴിഞ്ഞിട്ട് നമ്മളോട് അടുപ്പമുള്ള ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ
അവരെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ തികച്ചും അനുചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതുപോലെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കടുത്ത നടപടിയുമായിട്ട് പോകും. ഇനി ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഇതിന് വിശദീകരണം തേടുകയും എന്ത് തീരുമാനത്തിന് അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആ പാർട്ടി അണികളോട് എന്ന് പറയാനുള്ള ഒരു വ്യഗ്രതയിൽ അതെങ്കിൽ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം കഴിയുന്നത്. കാരണം ഒരു വിഭാഗം പത്മകുമാറിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പത്മകുമാറിനെ എതിർക്കുന്ന രണ്ട് ചേരിയായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മാറിയിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും തുടർന്ന് ഈ SIT ഈ അന്വേഷണത്തിൽ 8ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പത്മകുമാറിനെതിരെ എന്ത് കേസെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ആ ഒരു വിഭാഗത്തിന്റെ ഒരു വിജയം കൂടിയായിരിക്കും നമുക്ക് ഇതിപ്പോൾ അനുമാനിക്കാം. കാർത്തു, അതുപോലെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അത് സസ്പെൻഷനിലേക്ക് ഒതുങ്ങിയതിന് പിന്നിൽ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട പത്മകുമാർ മുന്നോട്ട് വെച്ച ഭീഷണി, ആ ഭീഷണിക്ക് CPM നേതൃത്വം വഴങ്ങി എന്ന് വേണോ നമ്മൾ കരുതാൻ? കാർത്തു, അത് പറയാൻ കാരണം 2018 മഹാപ്രളയത്തിൽ ഏകദേശം പമ്പ ത്രിവേണി സംഗമത്ത് സ്ഥാനത്ത് 1 ലക്ഷം മെട്രിക് ടൺ മണലാണ് അന്ന് അവിടെ അടിഞ്ഞുകൂടിയത്. ഈ മണല് തിടുക്കത്തിൽ ലേലം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് ഒരു കോള് വരികയും ആ ഒരു സംഭവം ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. എന്താണ്, അതായത് മുഖ്യമന്ത്രി പരാമർശിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്കാണ് ഈ മണ്ണ് ലേലം ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നെന്നാണ് ഈ ദൈവതുല്യൻ എന്ന ഈ കഥയിലെ പരാമർശം വരുന്നത്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്ന് ആ സ്ത്രീ പ്രവേശനം ആ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്ന അന്ന് തന്നെ ഒരു ഉന്നതൻ അടിയന്തരമായി അന്നത്തെ ADGP ആയിരുന്ന ശ്രീജിത്തിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെയും പൊടുന്നനെ തലസ്ഥാനത്തേക്ക് വിളിക്കുകയും എന്തൊക്കെ രീതിയിലാണ് അവിടെ ക്രമീകരണങ്ങൾ നടത്തേണ്ടതെന്നുള്ളതും അന്ന് മുഖ്യമന്ത്രിക്ക് തുല്യമായിട്ടുള്ള ഒരു അജ്ഞാതൻ അതല്ലെങ്കിൽ ഉന്നതൻ ബന്ധപ്പെട്ടുള്ളതും തുടർന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഹിതം ഇപ്പോൾ നിലവിൽ പുറത്തിരിക്കുന്ന ഒരു മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആത്മകഥയിൽ വരുമെന്നുള്ളത് ഒരു ഭയന്നാണ് പത്മകുമാറിനെതിരെ ഇപ്പോൾ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാർത്തു, ശരി, എന്തായാലും പത്മകുമാറിനെതിരായ പാർട്ടിയുടെ നടപടി ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഭീഷണി പ്രചാരണങ്ങൾക്ക് വഴങ്ങരുതെന്നതാണ് നേതാക്കളുടെ അഭിപ്രായം. ഈ സമ്മർദ്ദമടക്കം ഫലിച്ചുവെന്നാണ് എന്തായാലും പത്മകുമാറിനെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.